നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഒന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ജസ്റ്റ് പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നോക്കാം. ഓക്കെ, അവരുടെ ഡീപ്പ് ഫീലിങ്സ്, നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഡീപ്പ് ഫീലിങ്സ് എന്താണ് നോക്കാം. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ എന്നൊക്കെ പറയാം, എനർജി എന്തായിരിക്കും അവരുടെ. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് എന്താണ്. ഫീലിങ്സ്, തോട്ട്സ്. ഓക്കെ, എല്ലാം എടുക്കാം. 7 of Wands, 9 of Wands, Knight of Wands, 6 of Swords, King of Cups. Okay, Queen of Swords, 7 of Swords, 3 of Cups, 4 of Cups, and Ace of Wands. King of Swords ഉണ്ട് ഇവിടെ. 10 of Swords. Sorry. Queen ഒന്നല്ലേ ഉള്ളൂ. ഞാൻ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഓക്കെ, എനിക്കൊരു കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് കറക്റ്റ് കാർഡ് തന്നെ ഇങ്ങോട്ട് വരും ചെയ്തു. സോ ഓക്കെ, ഇത് ഒരേ പേഴ്സൻ്റെ എനർജി ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു എനിക്ക്. യെസ് ആണ്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. സോ യെസ്. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ്. ഐ തിങ്ക് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെ ഒരു ഫൈറ്റിംഗ് എനർജി ആയിരിക്കാം. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ഇപ്പോഴത്തെ എനർജി പറയാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. എന്ത് കാര്യത്തിനായാലും ശരി. ഓക്കെ, ഓക്കെ, നിങ്ങൾ തമ്മിലൊരു എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ വിഷയം. 7 of Wands ആണ്. 7 of Wands പറയുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്ന കാര്യം പറയും, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറയും. വീട്ടിൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനുണ്ടാവും. പക്ഷെ അത് അവരെടുക്കുന്നില്ല. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ലേശം ഒരു അകൽച്ച വെച്ചതായിട്ട് കാണുന്നുണ്ട്. അകൽച്ച വെച്ചിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ നൈറ്റ് ഓഫ് വോൺസ്, യെസ്, അവരുടെ എനർജി ഒരു നൈറ്റ് ഓഫ് വോൺസ് എനർജി ആയിരുന്നു. നൈറ്റ് ഓഫ് വോൺസ് എനർജി എന്ന് പറയുമ്പോൾ ഒരു വരിക പോവുക ആ രീതിക്ക് പറയാം. ഓക്കെ, അധികം വലിയ കമ്മിറ്റ്മെൻറ്റ് തരാത്ത രീതിയിൽ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എന്നാലും അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു കാര്യമല്ല കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ഹാപ്പി ആയിട്ട് നമ്മളൊരു എൻജോയ് ചെയ്ത് നടക്കുക എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ടാവാം. ഓക്കെ, 6 of Swords സാധാരണ നമ്മൾ പോസിറ്റീവ് കാർഡാണ് പറയാറ്. നമ്മൾ ഒരു പീസിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യമാണ് പറയാറ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ഞാൻ ഇതിപ്പോൾ പറയുന്നില്ല, അവിടെ ഇരിക്കട്ടെ. ആക്ച്വലി അപ്പം നിങ്ങളും ഐ തിങ്ക് ഒരു ക്വീൻ ഓഫ് സോൾസ് എനർജിയിൽ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു തർക്കം വന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആവാം. കാരണം കപ്പിൾ കാർഡ് വന്നുകൊണ്ട് മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഐ മീൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിലൊരു ഫൈറ്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ശരിക്കും ഒരു കപ്പിൾ മോഡാണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, കുഴപ്പമില്ല. നൈറ്റ് ഓഫ് വോൺസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ ഒരു ഈവൻ മാരീഡ് ആണെങ്കിൽ പോലും അവർ അതിൽ ആ ഒരു സീരിയസ് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടല്ലാതെ തരത്തിൽ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ആ കാര്യം പറഞ്ഞിട്ടായിരിക്കാം വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്റ്റാൻഡ് എടുക്കാത്ത രീതിയിൽ അങ്ങനെയൊക്കെ അവർ ബിഹേവിയർ ചെയ്തിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ ദേഷ്യം വന്നിട്ട് നിൽക്കുന്നുണ്ട്.
രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോളൂ കേട്ടോ, നിങ്ങൾ ഏതാണോ അത് എടുത്തോളൂ. ഓക്കെ, ഇങ്ങനെയാവാം അങ്ങനെയാവാം. സോ എന്തായാലും വ്യൂവർ നിങ്ങൾ ദേഷ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഐ തിങ്ക് നിങ്ങളോട് ആ ഒരു ഫൈറ്റിംഗ് മോഡിൽ വന്ന് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടാവാം, പരസ്പരം ഹേർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ഹേർട്ടായ ലക്ഷണമൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്ന്. 7 ഓഫ് സോഡ്സ് ആണ്, ചീറ്റിംഗ് എനർജി ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഹൈഡിങ് എനർജി എന്ന് പറയാം. ഓക്കെ, ഹൈഡിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് കൂടുതലും ഇവിടെ ഈ പിക്ചർ വെച്ചിട്ട് ഇതൊരു ചീറ്റിംഗ് എനർജി തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഈ റിലേഷൻഷിപ്പ് സീക്രട്ട് ആക്കി തന്നെ വെക്കുന്നു, പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല, അതിനെ ഹൈഡ് ചെയ്ത് തന്നെ വെക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ദാറ്റ് ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് വേണം എന്ന രീതിയിൽ നിങ്ങൾ നിന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ പേഴ്സണും ഐ തിങ്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, അഗ്രിമെന്റ് ആവാതെ അവർ, ഐ തിങ്ക് അതാ ഞാൻ പറഞ്ഞത്, അവരൊരു ജസ്റ്റ് എൻജോയിങ് എനർജിയാണ് കാണുന്നത്. ജസ്റ്റ് എൻജോയ് ചെയ്ത് നടക്കുക. ഒരു കമ്മിറ്റ്മെന്റ് തരാതെ ആണെങ്കിൽ, മാരേജിന് ഓൾറെഡി മാരീഡ് ആണെങ്കിലും അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് ഇടാതെ, എഫേർട്ട് ഇടാതെ, ഓക്കെ, ആ രീതിക്ക് ജസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളോടും ഐ തിങ്ക് ഒരു ജസ്റ്റ് ആ ഒരു കാഷ്വൽ ഒരു ഇതുപോലെ ആയിരിക്കും കാണിച്ചത്. ഐ തിങ്ക് അതിൻ്റെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഐ തിങ്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട്. 4 ഓഫ് കപ്സ്. ഓക്കെ, ഇനി പറയുമ്പോൾ പറയാം. ആക്ച്വലി ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ അങ്ങനെ ഒരു ഫൈറ്റിംഗ് എനർജിയിൽ മേ ബി സെപ്പറേഷൻ വരെ പോസിബിൾ ആണ്. ഓക്കെ, നമ്മൾ 9 ഓഫ് വൺസ് ഓൾറെഡി ഉണ്ട്. കുറച്ച് ഡിസ്റ്റൻസിൻ്റെ കാര്യം പറയാം, അകൽച്ചയുടെ കാര്യം പറയാം, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ എന്നും പറയാം. അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അകൽച്ച വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു എനർജി ആണെങ്കിൽ മേ ബി ചിലവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നിട്ടുണ്ടാവാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളോ അവരോ രണ്ടുപേരും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ കിങ് ഓഫ് കപ്സ് എനർജിയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളോട് അത്രത്തോളം കെയർ കാണിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. ആക്ച്വലി ഓക്കെ, അങ്ങനെ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അവർക്ക് നഷ്ടങ്ങൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അവർ ആ ഒരു സങ്കടം അവർക്കുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി വന്നതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ആൾ വന്നു, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടെങ്കിൽ അവർ വേഗം തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർക്ക് ചേഞ്ച് ഇവിടെ കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 3 ഓഫ് വൺസിൻ്റെ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ്, അതായത് എങ്ങനെ വേണം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ആൻഡ് 4 ഓഫ് വൺസ് ആണ്. സോ ഡെഫിനറ്റ്ലി ഒരു മാരേജിന്റെ ആണ്, ഓഫറാണ് കാണുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് തരാത്തൊരു വ്യക്തിയായിട്ട് അവർ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ റെഡി ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതൊരു തരത്തിൽ പറയാം. സെക്കൻഡ് ടൈം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വേറൊരു എനർജി എനിക്ക് തോന്നിയത്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനൊക്കെ വന്ന് നിങ്ങൾ ആ ഒരു ലൈക്ക് ഒന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, അല്ലെങ്കിൽ പേഴ്സൺ മൂവ് ഓൺ ചെയ്തു, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അഗെയിൻ സെയിം തിങ്, അവർ മിസ്സിങ് ഉണ്ട്, അവർക്ക് ആ ഒരു വിഷമമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവാം അവർക്കും ഉണ്ട് വിഷമം. ഓക്കെ, ആ ഒരു സെപ്പറേഷന് ശേഷം ഇങ്ങനൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ഫീലിംഗ് അവർക്ക് നിങ്ങൾ തമ്മിൽ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു എനർജി മാറിയിട്ട്, അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളും മാറ്റിയിട്ട് അവർ അതിലൊരു മാറ്റം കൊണ്ടുവരുന്നതായിട്ടും പറയാം. അവർ കിങ് ഓഫ് കപ്സിൻ്റെ ലെവലിലേക്ക് വരുന്നതായിട്ടും പറയാം. അവർ ഇമോഷണൽ സൈഡ് കൂടി കുറച്ചൊന്ന് പുറത്തു വരുന്നതായിട്ട് നമുക്ക് പറയാം. സോറി. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക്, പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു വിഷമം ഫീൽ ചെയ്യും. അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, 2 സിനാരിയോയിലും 2 സിറ്റുവേഷനിലും ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സപ്പോസ് വേറെ ആൾ വന്നു എന്നുണ്ടെങ്കിലും അവർ നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അല്ല, ഇപ്പം നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണെങ്കിലും, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ലൈഫിൽ ആരും ഇല്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും അവർ നിങ്ങളടുത്ത് വീണ്ടും ഒരു മാറ്റത്തോടെ അവർ തിരിച്ചു വരുന്നു എന്ന് പറയാം. അവർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നു എന്ന് പറയാം. അവരങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന കറണ്ട് ഫീലിംഗ് ആണ്. സോ അവർ ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് വൺസ് ആണ്. നിങ്ങളുമായിട്ടൊരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒന്ന് സോൾവ് ചെയ്ത് കാര്യങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്.
എന്ന് വെച്ചാൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു റിന്യൂവൽ എന്ന് ഉദ്ദേശിക്കാം. ഓക്കെ, ഒരു പുതിയ തുടക്കം, വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന് പറയാം. ഓക്കെ, എൻഡ് ആയത് വീണ്ടും നമ്മൾ തുടങ്ങുന്നു എന്ന രീതിയിൽ. സോ നിങ്ങളുടെ പേഴ്സണിൽ ഒരു മാറ്റം എന്നും പറയാം. നിങ്ങളുടെ പേഴ്സൺ ചേഞ്ച് ആയിട്ട് കിങ് ഓഫ് സോർഡ്സ് എന്ന കിങ് ഓഫ് കപ്സ് എനർജിയിലേക്ക് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ 2 സിനാരിയോ ആവാം ഇവിടെ. ഒന്ന്, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നാൽ അവർക്ക് ആ ഒരു ജലസി കൊണ്ടായിരിക്കാം. ഓക്കെ, അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അവർ തിരിച്ചു വന്ന ഒരു കമ്മിറ്റ്മെന്റ് തരുമെന്ന് പറയാം. അല്ലാത്തവർക്ക് ലൈക്ക് ഈ പേഴ്സൺ തന്നെ, ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത വിഷമത്തിൽ അവർ ഒരു മാറ്റം വരും, അവരിൽ ഒരു മാറ്റം ചേഞ്ച് കാണാം. അവർ തന്നെ ഒരു സ്നേഹത്തോടെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. സോ 2 സിനാരിയോയിലും എനിക്കത് തന്നെയാണ് തോന്നുന്നത്. ചിലവർക്ക് ഇനിയിപ്പോൾ വേറെ തേർഡ് പേഴ്സൺ ആയിരിക്കാം, ഓക്കെ, എൻട്രി ആയിരിക്കാം. വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഈ ഒരു എനർജിയിൽ മേ ബി നിങ്ങൾ അവരുമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. സോ പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരൊരു മാറ്റം കൊണ്ടുവരും എന്ന് പറയാം. ഓക്കെ, അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളുമായിട്ട് വീണ്ടും റീയൂണിയൻ വേണം, നിങ്ങളുമായിട്ട് ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. 10 ഓഫ് പെന്റിക്കിൾസും ഉണ്ട് ഇവിടെ. വാവും. ഓക്കെ, 10 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇതുവരെ ആ ഒരു കമ്മിറ്റ്മെന്റ് തരാത്ത രീതിയിലൊക്കെ നിന്നാണെങ്കിൽ അവരിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സ് ഇപ്പം അതാണ്. അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് അവർ തെറ്റായി ചെയ്തത് എന്നൊക്കെ അവർക്ക് ഒരു റിഗ്രറ്റ് എന്ന് പറയാം. ഓക്കെ, സോ തീർച്ചയായിട്ടും അവർക്കൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. മെയിൻ കാർഡ് ഇതാണ്, ഡെത്താണ്. സോ ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു മാറ്റം അവർ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫീലിങ്സ് അവർക്ക് ഇപ്പോൾ ഇതാണ് കാണുന്നത്. അവരുടെ കുറച്ച് മെസ്സേജ് കൂടി എടുത്ത് നോക്കാം നമുക്ക്. നിങ്ങൾ അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കാൻ പഠിക്കുക. ഓക്കെ, എപ്പോഴും അവരെ ഇങ്ങനെ വിട്ടുകൊടുത്ത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുത്ത് നിൽക്കാതിരിക്കുക. നിങ്ങൾ കൂടി കുറച്ചുകൂടി സ്ട്രോങ് ആവാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൺ എന്താ പറയുന്നത് നോക്കാം. എന്താണ് മെസ്സേജസ്, എന്താണ് നിങ്ങളോട് പറയുന്നത്, എന്താ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്? മേ ബി ഐ എം വെയറിങ് എ മാസ്ക് ഇൻ അവർ റിലേഷൻഷിപ്പ് ടു മേക്ക് ദിസ് ലുക്ക് മോർ പെർഫെക്റ്റ്. ഓക്കെ, ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്നുകൂടി നോക്കാം. ഐ ഫീൽ ബാഡ് ഫോർ ലെറ്റിംഗ് യു ഡൗൺ. അതാണ്. I have been watching you over from every source. A third-party intervention has destroyed our connection. Okay. Your energy heals me. Is that my negativity keeping me away from you? I miss the old you. I miss us. This love is lithium. The primarand. Maybe an adrenaline rush because you set my heart on fire. Okay. ഇവിടെ കാണുന്നത് ഐ ഫീൽ ഫോർ ബാഡ് ഫോർ ലെറ്റിംഗ് യു ഡൗൺ. അതായത് അവർ നിങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാതെ കളിച്ച് ചിരിച്ച് നടന്ന്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ തന്നെ അവർ ആ ഒരു സീരിയസ്നെസ്സിൽ എടുക്കാതെ, ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസപ്പോയിൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്ത്, അല്ലേ? അപ്പോൾ അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് അവർ നിങ്ങളെ ഒരു ലെറ്റ് ഡൗൺ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഐ ബീൻ വാച്ചിങ് യു ഓവർ ഫ്രം എവറി സോഴ്സ്. നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻ്റ് ആണെങ്കിൽ, ലൈക്ക് അകൽച്ചയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ ഹാസ് ഡിസ്ട്രോയിഡ് അവർ കണക്ഷൻ. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം മേ ബി. ഓക്കെ, ഓക്കെ, അവർക്ക് തോന്നുന്നത് മേ ബി തേർഡ് പാർട്ടി വന്ന് നിങ്ങൾ തമ്മിലുള്ള ആ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി നമ്മൾ കണ്ടിരുന്നു. സോ അങ്ങനെ ഒരു പേഴ്സൺ വേറെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി എന്നവർക്ക് തോന്നുന്നുണ്ടാവാം. യുവർ എനർജി ഹീൽസ് മീ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ എനർജി അവരെ ഹീൽ ചെയ്യുകയാണ്. അതുകൊണ്ടാണ്, പക്ഷെ അവർക്ക് അടുക്കാനും പേടിയായിരുന്നു, പക്ഷെ നിങ്ങളെ വിട്ട് കളയാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഈസ് ദാറ്റ് മൈ നെഗറ്റിവിറ്റി കീപ്പിംഗ് മീ അവേ ഫ്രം യു. നമ്മൾ 9 ഓഫ് ഫോൺസിൻ്റെ കാര്യം പറഞ്ഞു, അകൽച്ചയുടെ കാര്യം പറഞ്ഞു. അത് നിങ്ങളുടെ പേഴ്സൺ അകൽച്ച വെച്ചത് എവിടെയോ അവരുടെ ഉള്ളിലൊരു പേടിയാണ്, നെഗറ്റിവിറ്റിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു അടുക്കാനും വയ്യ അകലാനും വയ്യ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ അവർക്ക് എന്നെ തോന്നുന്നുണ്ട് ഞാൻ തന്നെയാണോ ഇങ്ങനെ ഈ ഒരു കാരണം, ഇതിനൊക്കെ കാരണം ഇങ്ങനെ ബ്രേക്കപ്പ് ആവാനോ അല്ലെങ്കിൽ സെപ്പറേഷനോ കാരണം ഞാൻ തന്നെയാണോ, എൻ്റെ നെഗറ്റിവിറ്റി ആണോ എന്നാണ്. ഐ മിസ് ദ ഓൾഡ് യു, ഐ മിസ് അസ്. അവർ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങളുമായിട്ടുള്ള ആ പഴയ സമയങ്ങൾ അവർ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് ലവ് ഇസ് ലിത്തിയം. ആക്ച്വലി ഇത് വളരെ ഒരു എന്താ പറയുക, അത്രയും അവർക്കൊരു അഡിക്റ്റ് ആയി പോവുകയാണ് അവർ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ അത്രത്തോളം അവർക്കൊരു അറ്റാച്ച്മെൻറ്റും ഒരു അടുപ്പവും ഒക്കെ ഫീൽ ചെയ്യുന്ന, അത്രത്തോളം സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹമാണിത് എന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും
ഇവിടെ പേഴ്സൺ ഒരു റിഗ്രറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറയാം. ഓക്കെ, ഐ തിങ്ക് അതിന് നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്സ് നിങ്ങൾ എടുക്കണം, എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. പക്ഷെ അവരുടെ ഫീലിംഗിൽ ഇപ്പം നിങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ആ പേഴ്സൺ അത് റിയലൈസ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ അഡ്വൈസ് എടുത്ത് നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഓക്കെ, എന്തായാലും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.